Hi all, welcome back to another video. So actually in this video നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HBRC 100 days Group 1 personalized plan as well as HBRC 100 days G2 Group 2 personalized planner as well as ഒരു ഡേ നമ്മൾ ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ഡേ എങ്ങനെ കൺസ്യൂം ചെയ്യാം, കമ്മിങ് 100 ഡേയ്സ് എങ്ങനെ കൺസ്യൂം ചെയ്യാം, ഇതാണ് നമ്മൾ ആക്ച്വലി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ ഒരു പ്ലാനേഴ്സിൻ്റെ പേഴ്സണലൈസ്ഡ് പ്ലാനറാണ്. സോ എന്താണ് പേഴ്സണലൈസ്ഡ് പ്ലാനർ, അതിന് ഇമ്പോർട്ടൻസ് എന്താണ്, ആ ഡിസ്കഷനിലേക്ക് ഞാൻ വരാം. ആൻഡ് ബിഫോർ ദാറ്റ് ഇത് പേഴ്സണലൈസ്ഡ് പ്ലാനറാണ്. ഈ പേഴ്സണലൈസ്ഡ് പ്ലാനർ ഞാൻ ഓൾറെഡി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അതുപോലെ തന്നെ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻസ്റ്റഗ്രാം ഓൾസോ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. എനിക്ക് അറിയുന്ന ആളുകൾക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യുക, പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയുള്ളതാണ്. ഇതെൻ്റെ ഗൂഗിൾ ഷീറ്റാണ്. നിങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് ഈ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു പ്ലാനർ നിങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഓക്കെ അല്ലേ, ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഔട്ട്ലുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലുക്ക് കോപ്പി അടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളുടെ ഒരു ഗൂഗിൾ ഷീറ്റ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പേഴ്സണലൈസ്ഡ് എന്താണ് പ്ലാനറാണ്. ഇനി എന്താണ് പ്ലാനർ എന്നുള്ളതും പിന്നെ എങ്ങനെയാണ് ഇത് പേഴ്സണലൈസ് ചെയ്യാന്നുള്ളതും, ആദ്യം ഗ്രൂപ്പ് 1 എങ്ങനെയാണ്, ഗ്രൂപ്പ് 1 മാത്രം ചെയ്യുന്നവർ എങ്ങനെയാണ് പേഴ്സണലൈസ് ചെയ്യാം, ഗ്രൂപ്പ് 2 മാത്രം ചെയ്യുന്നവർ എങ്ങനെയാണ് പേഴ്സണലൈസ് ചെയ്യാം, ബോത്ത് ഗ്രൂപ്പ് എങ്ങനെ പ്ലാനർ പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് വെൽ ആസ് ഒരു ഡേ എങ്ങനെ കൺസ്യൂം ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടാക്കുന്ന ഒരു 1 ഡേ പ്ലാനർ ഓൾസോ, അതായത് ഒരു 24 hours എങ്ങനെ കൺസ്യൂം ചെയ്യാം, അത് ഓൾസോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു PDF ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ക്ഷമിക്കുക. ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. വൺസ് യു ഗെറ്റ് ദ ക്ലാരിറ്റി മോഡിഫൈ ചെയ്യുക, ബിക്കോസ് ഇറ്റ്സ് എ പേഴ്സണലൈസ്ഡ് പ്ലാനർ. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് 1 100 ഡേയ്സ് എന്താ പറയുക പ്ലാനറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് 100 ഡേയ്സ് ഉണ്ടാവുമോ എന്നുള്ളത്. യു മേ ഹാവ് 99 ഡേയ്സ് ഓർ 98 ഡേയ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 95 ഡേയ്സിൻ്റെ ടൈം ഫ്രെയിമിലെങ്കിലും നിങ്ങൾ കിട്ടും. സോ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് ഇപ്പോൾ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ അടുത്ത് എന്താ പറയുക, ഇതിൽ ടൈം പ്ലാനറിൽ ഒരു ഡേ എങ്ങനെ കൺസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഇതേപോലെ ഡീൽ ചെയ്യാൻ പറ്റാത്ത കുറേ കുട്ടികൾ ഉണ്ടായിരിക്കാം. റീസൺ നമ്പർ 1, അവർ ഇപ്പോൾ ഓൾറെഡി ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോകുന്നുണ്ടാവും. സോ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയാണ് ഈ ടൈം പ്ലാനർ യൂസ് ചെയ്യാം, എങ്ങനെ G1ൻ്റെയും G2ൻ്റെയും പ്ലാനേഴ്സ് യൂസ് ചെയ്യാം, അത് ഓൾസോ ഈ ഇവിടെ ലാസ്റ്റ് ടേമിൽ നമ്മൾ സംസാരിക്കാൻ. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഗ്രൂപ്പ് 1 പ്ലാനർ 100 ഡേയ്സ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യാന്നുള്ളത്. സോ ഞാനിവിടെ 100 ഡേയ്സിൽ ഡേ 1 സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡേ 1 ഡേ 2 ഡേ 3 അങ്ങനെ പോയി ഓൾമോസ്റ്റ് ഒരു 64 ഡേയ്സ്, 64ാമത്തെ ദിവസം നമ്മളുടെ 1 ടൈം ആൻഡ് 2nd ടൈം ലേണിംഗ് കംപ്ലീറ്റഡ്. അതിനുശേഷം ഞാൻ ഒരു CA3 എൻഡ് ഗെയിം എന്ന് പറയും, ആ ഒരു ടേം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. എൻ്റെ റെക്കോർഡ് ക്ലാസ് സ്റ്റുഡൻസിനും എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഓൾറെഡി അറിയാം എന്താണ് CA3 ആൻഡ് CA1 ആൻഡ് CA2 എന്നുള്ളതൊക്കെ. 64 ഡേയ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓൾമോസ്റ്റ് ഒരു 95 ഡേയ്സ് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 3rd ടൈം ലേണിംഗ് ആണ്. ആ 3rd ടൈം ലേണിംഗ് നമ്മൾ ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കവറിങ് PYQ, MTP, RTP, MCQ. ഇത് എല്ലാ സബ്ജക്ട്സിലെയും കംഫർട്ടബിൾ അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ സിസ്റ്റം ടോട്ടലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മാത്രമല്ല എന്താണ് പേഴ്സണലൈസ്ഡ് പ്ലാനർ എന്നുള്ളതും കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതൊരു എന്താ പറയുക, ഒരു റെഡിമെയ്ഡ് പ്ലാനർ അല്ല, ഇത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന പേഴ്സണലൈസ് ചെയ്യേണ്ട പ്ലാനറാണ്. എന്തുകൊണ്ടാണ് റെഡിമെയ്ഡ് പ്ലാനർ പ്രൊവൈഡ് ചെയ്യാത്തത്? 100 ഡേയ്സിന് ഗ്രൂപ്പ് 1 ഒരു ഡെഡിക്കേറ്റഡ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡേ 1 മുതൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഒരു പക്ഷേ നിങ്ങൾക്ക് FA ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കാം, അതല്ലെങ്കിൽ കോസ്റ്റ് കംഫർട്ടബിൾ ആയിരിക്കാം, ലോ എക്സംഷൻ പേപ്പറുള്ള കുട്ടികളായിരിക്കാം, ഓർ നിങ്ങൾക്ക് ടാക്സ് കംഫർട്ടബിൾ ആയിരിക്കാം. സോ നമ്മൾ ഇത്തരത്തിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനർ പ്രിപ്പയർ ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് യൂസബിൾ ആവണം എന്നില്ല. സോ ദാറ്റ്സ് വൈ പേഴ്സണലൈസ് ചെയ്യാനുള്ള എന്നാൽ ഒരു പ്രോപ്പർ പ്ലാനർ ആയിട്ട് തന്നെ നമ്മളിത് പ്രൊവൈഡ് ചെയ്യണേ. സോ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക,
ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലുക്ക് ഫുള്ള് കോപ്പി ചെയ്യുക, ഫുള്ള് ജസ്റ്റ് ഒന്ന് ഓൾട്ട് ഫുള്ളൊന്ന് കോപ്പി എടുക്കുക. ഫുള്ള് കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു എക്സലിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ WPS സോഫ്റ്റ്വെയറിലേക്കോ അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഷീറ്റ്, നിങ്ങൾ ഗൂഗിൾ ഷീറ്റ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഗൂഗിൾ ഷീറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. ദെൻ നിങ്ങൾക്ക് സിമ്പിൾ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് അടുത്തിൽ എഡിറ്റ് ചെയ്യുക, കംഫർട്ടബിൾ ആണല്ലോ. സോ അങ്ങനെയാണ് നിങ്ങളിത് ഡീൽ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഇത് ഡീൽ ചെയ്യാന്നുള്ളത്. സോ ഡേ 1 മുതൽ ഒരു ഡേ 6 വരെ, അതായത് ഞാൻ സെറ്റപ്പ് ചെയ്തുള്ളത് ഇങ്ങനെയാണ്. മൺഡേ ഓക്കെ 1 മിനിറ്റ്, ഓക്കെ. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ പഠിക്കുക. ഓക്കെ, മൺഡേ ടു സാറ്റർഡേ പഠിക്കാം. ആൻഡ് സൺഡേ, ഓക്കെ, സൺഡേ നമ്മൾ മൺഡേ ടു സാറ്റർഡേ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് ആ പഠിച്ചത് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യലും റീചെക്ക് ചെയ്യലാണ് നമ്മളുടെ സൺഡേൻ്റെ പരിപാടി. സോ ഒരു ഹോൾ ഡേയിൽ മൺഡേ ടു സാറ്റർഡേ വരെ പഠിക്കുക. ആൻഡ് സൺഡേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പഠിച്ചത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇൻ നോട്ട് ഓൺലി FA ഓർ കോസ്റ്റ് ഓർ ലോ ഓർ ടാക്സ്, എൻറ്റയർ സിലബസ് നിങ്ങൾ പഠിച്ച ആ വീക്കിൽ പഠിച്ച എൻറ്റയർ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. സോ സൺഡേ ടോട്ടലായിട്ട് ഒന്നും പുതുതായിട്ട് പഠിക്കാൻ പറ്റില്ല. സൺഡേ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ദ ഹോൾ ഡേ എക്സ്ക്ലൂസീവ്ലി ഫോർ എന്ത് പറയും മക്കളെ, റിവിഷൻ. കംഫർട്ടബിൾ അല്ലേ? സോ ഞാൻ മൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നത് പറയാം. ഒരു സെയിം സെറ്റ് ഓഫ് എന്താണ് ബുക്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എല്ലാ വീക്കിലും ഒരേ പ്ലാനറാണ് മുമ്പോട്ട് പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി, നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യത്തിനോട് ആദ്യം മുതലേ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. ഒരു കാരണവശാലും പല കുട്ടികളുണ്ട് ഒരു റെക്കോർഡ് ക്ലാസ് വാങ്ങും, ഇതൊരു 10 to 15 days 20 days അത് മാത്രം കാണും. ഇപ്പോൾ FA വാങ്ങുന്നു, FA ഒരു 15-20 ദിവസം കൊണ്ട് മൊത്തം കണ്ടു തീർത്തിട്ട് പിന്നെ ഒരു 15 ദിവസത്തിന് 20 ദിവസം നിങ്ങൾ വേറെ ഫാക്കൽറ്റിൻ്റെ ക്ലാസ് വാങ്ങും, പിന്നെ ഒരു 20 ദിവസം നിങ്ങൾ വേറെ ഫാക്കൽറ്റി ക്ലാസ് വാങ്ങും, പിന്നെ ഒരു 15 ദിവസം വേറെ ഫാക്കൽറ്റി ക്ലാസ് വാങ്ങും. എന്നിട്ടൊരു 45-50 ദിവസം കഴിഞ്ഞിട്ടോ എന്നിട്ട് തിരിച്ച് FAയിലേക്ക് വരുമ്പോഴേക്കും FA മൊത്തം പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോസ്റ്റ് മൊത്തം പോയിട്ടുണ്ടാവും, ടാക്സ് മൊത്തം പോയിട്ടുണ്ടാവും. എൻ്റെ റെക്കോർഡ് ക്ലാസ് വാങ്ങിയിട്ടുള്ള A to Z കുട്ടികളടുത്ത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കാരണവശാലും ഒരു വീക്ക് കൊണ്ടോ 2 വീക്ക് കൊണ്ടോ കണ്ട് തീർത്ത് പണി തീർത്ത് പോവരുത്. ഇത് സക്സസ് ആണ്, ഇത് ഗ്രാജുവലി ആണ് ഏൺ ചെയ്യുക. ഒരിക്കലും കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കി കളയാം, കുറച്ച് ദിവസം കൊണ്ട് ഈ സബ്ജക്റ്റ് അടിച്ച് പൊളിച്ചിടാം, ഇതൊന്നും നടപടിയാവുന്ന കേസല്ല. ഇപ്പോൾ FA ഞാൻ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്നതാണ്. നമുക്ക് HBRC FA A ബാച്ച് ഉണ്ട്, AA ബാച്ച് ഉണ്ട്, AAA ബാച്ച് ഉണ്ട്, HBRC FA Z ബാച്ച് ഉണ്ട്, Z+ ബാച്ച് ഉണ്ട്, എത്ര ബാച്ച് ഉണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ ഏത് ബാച്ചിൽ പോയിക്കോളി, എവിടെയും തന്നെ മാജിക്കോ തള്ളലോ ഒരു പരിപാടി നമുക്കില്ല. നമുക്ക് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ലേണിംഗ് മെത്തഡോളജിയാണ്. എവറി വീക്ക് ഞാൻ വന്ന് പറഞ്ഞുതരും ഈ വീക്കിൽ എന്ത് പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, എത്രത്തോളം ചെയ്യണം. സോ FAൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. യു ക്യാൻ അപ്ലൈ ടു ലോ, യു ക്യാൻ അപ്ലൈ ടു കോസ്റ്റ്, യു ക്യാൻ അപ്ലൈ ടു DT, യു ക്യാൻ അപ്ലൈ ടു GST. ആൻഡ് Sunday will be revision as well as exams. കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. സോ ഞാൻ FAയിൽ സ്റ്റാർട്ട് ചെയ്യും. FAയിൽ ഞാൻ അവിടെ എഴുതിയുള്ളത് ഹബീബ് സർ ഗൈഡൻസ് ആണ്. സോ ഓഫ് കോഴ്സ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ എന്താ പറയുക റെക്കോർഡ് ക്ലാസ് സ്റ്റുഡൻസിനെ തന്നെയാണ്, അതിൽ ഡൗട്ടും ഇല്ല. അതുകൂടാതെ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ മൊത്തം കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് മൺഡേ FAക്കാണ് നമ്മൾ മാറ്റിക്കുന്നത്. സോ മൺഡേ നമ്മൾ FA മാത്രമേ പഠിക്കുന്നുള്ളൂ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രം പഠിക്കാം. സോ ഹബീബ് സർ ഗൈഡൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തുള്ളത്. അതായത് എൻ്റെ റെക്കോർഡ് ക്ലാസ് വാങ്ങിയ കുട്ടികൾ FA എന്ത് പഠിക്കും, ഏത് പഠിക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് വറിയേണ്ട. ആ എല്ലാവിധ ടെൻഷൻസും എൻ്റെ തലയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സോ മൺഡേ എന്ത് പഠിക്കണം, എപ്പോൾ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, എന്തൊക്കെ ചെയ്യണം, എവറിത്തിങ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എൻ്റെ റെക്കോർഡ് ക്ലാസ് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫോർ എക്സാമ്പിൾ FA ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫോർ എക്സാമ്പിൾ ജോയിൻ വെഞ്ചർ എന്ന ചാപ്റ്ററിലാണെങ്കിൽ സോ നിങ്ങൾ ഇവിടെ ഫിക്സ് ചെയ്യണം, നിങ്ങൾക്ക് 2 ചാപ്റ്ററെങ്കിലും വേണം. ഓക്കെ, അല്ലെങ്കിൽ 2 ചാപ്റ്ററാണ് ജോയിൻ വെഞ്ചർ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 1 അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 12 ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കംഫർട്ടബിൾ അല്ലേ? അല്ലെങ്കിൽ ജോയിൻ വെഞ്ചർ പ്ലസ് എന്ത് പറയും മക്കളെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ 2 ചാപ്റ്റർ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 100 days ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് 2 ചാപ്റ്റർ ഒന്നും ആവശ്യമില്ല, മെല്ലെ പോയാൽ മതി. ഓക്കെ, സോ ഇപ്പോൾ ജോയിൻ വെഞ്ചറും AS1 ആണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇതാണ് നമ്മളുടെ അടുത്ത 100 daysൻ്റെ ഫസ്റ്റ് 30 daysൻ്റെ ഡേ എങ്ങനെ കൺസ്യൂം ചെയ്യാം, കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു ടൈം പ്ലാനർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈം പ്ലാനർ ഇതേപോലെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയില്ല, കാരണം കംഫർട്ടബിൾ ആവുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടത്, വെറുതെ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആവണം.
ചില ആൾക്കാർക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാർ രാവിലെ എണീറ്റ് പഠിക്കാൻ ശ്രമിക്കണ്ട. ചില ആൾക്കാർക്ക് രാത്രി പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആൾക്കാർ രാത്രി പഠിക്കണ്ട. മറ്റൊരാളൊരു ഗെയിം എങ്ങനെ പ്ലേ ചെയ്തു അങ്ങനെ പ്ലേ ചെയ്യേണ്ട ഗെയിം അല്ല ഇത്. നിങ്ങളുടെ കംഫർട്ടും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 11 hours ഓഫ് ലേണിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതും എഫക്റ്റീവ് ലേണിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മതി. ഈ ടൈമിൽ പ്ലേ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്ലാനർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഡേ കൺസംഷൻ്റെ. പക്ഷേ നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേപോലെ തന്നെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ കോപ്പി ചെയ്യുക, ഓർ യു ക്യാൻ എഡിറ്റ് ആൻഡ് കോപ്പി. ഓക്കെ അല്ലേ? ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഫോളോ ചെയ്യുക, ഇഷ്ടംപോലെ ഫോളോ ചെയ്യുക. ഒരു ഐഡിയ, ഒരു പ്ലാനർ പ്രൊവൈഡ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? സോ മൺഡേ ടു സാറ്റർഡേ കേട്ടോ, മൺഡേ ടു സാറ്റർഡേ ഒരു 5:30 എണീക്കണം. ഓക്കെ, 5:30 ആകുമ്പോൾ എണീക്കണം. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ്സിൽ നിങ്ങൾ റെഡി ആവുക, പാക്കപ്പ് ചെയ്യുക. ഓക്കെ, റെഡി ആവുക. ശേഷം നിങ്ങൾ ഒരു 15 മിനിറ്റ്, ഒരു 15 മിനിറ്റ്സ് ഏതൊർ എക്സസൈസ്, ഒന്നുകിൽ എന്തെങ്കിലും ഒരു ബേസിക് എക്സസൈസ്. ഇപ്പം നിങ്ങൾക്ക് ബേസിക് എക്സസൈസ് അറിയില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ബേസിക് എന്താ പറയുക എക്സസൈസ് യൂസിങ് ബോഡി വെയ്റ്റ് എന്നോ ബേസിക് എക്സസൈസ് എന്താ പറയുക മാത്രം അടിച്ചാൽ സിമ്പിൾ പ്ലെയിൻ എക്സസൈസ് വീഡിയോസ് കിട്ടും. ഓർ യു ക്യാൻ ഡു യോഗ. യോഗ ഇസ് എഫക്റ്റീവ് മെത്തഡോളജി. ഓർ യു ക്യാൻ ഡു മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ആകുമ്പോൾ പിന്നെ ഒരു ചിന്തകളും അല്ലെങ്കിൽ കാംനെസ് ഒക്കെ കേട്ടോ. അപ്പോൾ അതിന് കാംനെസ് അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താൽ മതി. ഓർ യു ക്യാൻ ഡു എക്സസൈസ് ഓർ യോഗ. ജസ്റ്റ് 15 മിനിറ്റ്സ് ഒരു ഫ്ലോ ഓഫ് ഡൂയിങ് നമ്മൾ കൊണ്ടുവരാനാണ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ ഒക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ഓക്കെ, ഒരു 15 മിനിറ്റ്സ് മെഡിറ്റേഷൻ ഓർ യോഗ ഓർ എക്സസൈസ് ചെയ്തതിന് ശേഷം 6 AM നിങ്ങളുടെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു ഡ്രിങ്ക്, ഒരു കപ്പ് ഓഫ് വാട്ടറോ അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് കോഫി കോപ്പല്ല, ഉറക്കത്തിനൊക്കെ ഇതാക്കും. ഒരു കഫൈൻ്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിരിക്കാൻ പറ്റും. സോ മോർണിംഗ് ഒരു നല്ല കോഫി എടുത്തതിന് ശേഷം ഒരു 6 മണി മുതൽ 8:30 വരെ 2.5 മണിക്കൂറിൻ്റെ ഫസ്റ്റ് സെഷൻ. ഇവിടെ നിങ്ങൾ ജോയിൻ വെഞ്ചറിൻ്റെ വീഡിയോ, ഇപ്പം ഞാൻ ജോയിൻ വെഞ്ചർ പണി, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ഇല്ല, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണേ. റെക്കോർഡ് ക്ലാസ് ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ചാപ്റ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ച് നിങ്ങളുടെ ഫാക്കൽറ്റി തന്നിട്ടുള്ള നോട്ട്ബുക്ക് വെച്ച് പഠിക്കുക. അതേപോലെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്യുക. നിങ്ങൾ അവിടുന്ന് റിസോഴ്സ് ഒക്കെ എടുത്ത് നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. പഠിച്ച് വരുമ്പോഴേക്കും 2.5 മണിക്കൂർ ഫും വെച്ചിട്ട് പോകും. 8:30 to 9 നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. 9 to 12:30 വീണ്ടും അടുത്ത സെഷൻ ഉണ്ട്. 12:30 to 1.5 മണിക്കൂറിൻ്റെ ബ്രേക്ക് ഗ്യാപ്പ് ഇട്ടാണ് ലഞ്ച് റെസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട്. വീണ്ടും 2 to 4:30 തേർഡ് സെഷൻ പഠിക്കാനുണ്ട്. 4:30 to 7 പഠിക്കണ്ട, എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോവുക. സോ ഞാൻ അഗെയിൻ ഇവിടെ പറയുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ആവശ്യമില്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു എന്താണ് ഹോൾ ബോഡി വെയിറ്റ് വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും സിമ്പിൾ എക്സസൈസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കി ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ട് നോ മാറ്റർ അത് ചെയ്യുക. 7 to 9:30 അടുത്ത സെഷൻ എടുക്കുക. 9:30 to 10:30 1 hour സപ്പർ ആൻഡ് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ആൻഡ് 10 to 11:30 നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും ആ ദിവസം പഠിച്ചതിൻ്റെ റിവിഷൻ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ആക്ച്വലി നമ്മൾ ഒരു ഡേ എന്തൊക്കെയാണോ പഠിച്ചത്, സോ ഡേ 1 നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്തു. ഇപ്പോൾ FA ആണെങ്കിൽ ഡേ 1 ഇട്ട്, സോ ഡേ 1 FA സ്റ്റാർട്ട് ചെയ്താൽ ഡേ 1 തന്നെ നമ്മളുടെ 10:30 മണിയിൽ 9:30 മണിൻ്റെ പഠനം, അതോടുകൂടി അന്നത്തെ പഠനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. 10:30 to 11:30 അഗെയിൻ ദ റിവിഷൻ ടൈമാണ്. അപ്പോൾ എന്ന് FA ആണോ പഠിച്ചത്, അപ്പോൾ FAയുടെ റിവിഷൻ ടൈമാണ് ആ ഡേ. അപ്പോൾ ഇന്ന് പഠിച്ചത് തന്നെ നമ്മൾ ഇന്നൊരു തവണ റിവൈസ് ചെയ്ത് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയും ഞാൻ. അതായത് നമ്മൾ എന്തൊക്കെയാണോ അന്ന് പഠിച്ചത് ജസ്റ്റ് ഒരു പ്ലാനർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത് പഠിച്ചു, ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്, ഈ ക്വസ്റ്റൻസ് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, ആ ക്വസ്റ്റൻ ഇങ്ങനെയാണ്, ദാറ്റ് ട്രിക്ക്, ദിസ് ട്രിക്ക് ആൻഡ് എവറി ട്രിക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് എഴുതി എടുത്ത് സെറ്റപ്പ് ചെയ്തിട്ട് യു ഗോ ടു ദ സ്ലീപ്പ്. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു 1 day കൺസംഷൻ ആക്ച്വലി. ആൻഡ് ദാറ്റ്സ് ഹൗ വി കൺസ്യൂം 1 whole day. സോ ഒരു ഡേ നമ്മൾ എങ്ങനെ കൺസ്യൂം ചെയ്യാമെന്ന് പഠിച്ചു. സോ ഇതിൽ നിങ്ങൾക്ക് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്യാം. രാവിലത്തെ എണീക്കൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ വാട്ട് എവർ ടൈം നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ ഇവിടെ നൈറ്റിൽ എന്ത് ചെയ്യണം, അത് കോപ്പപ്പ് ചെയ്യണം. ആ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, റീകൂപ്പ് ചെയ്തെടുത്തിട്ട് നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 10 to 11 hours മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ല കാര്യം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഡേ 1 ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചു, അതും നമ്മൾ പഠിച്ചത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രം പഠിച്ചത്. മാത്രമല്ല ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അന്ന് പഠിച്ച കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു, അന്ന് ആ നൈറ്റ് ലാസ്റ്റ് സെഷനില്ലേ, അവിടെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നു. റിവിഷൻ മാത്രമല്ല, അവിടെ നമ്മൾ കോൺസെപ്റ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നു. അതായത് ആ ഡേയിൽ എന്തൊക്കെയാണ് പഠിച്ചത്, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇവിടെ എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവറി ചാപ്റ്റർ വി ഹാവ് അവർ ഓൺ റിതംസ് അല്ലെങ്കിൽ അവർ ഓൺ ടെക്നിക്സ്. ഒരു ചാപ്റ്റർ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എല്ലായിടത്തും വേറെ വേറെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുക. സോ ആ ടെക്നിക്സുകൾ നിങ്ങൾ ലൈൻ ബൈ ലൈൻ എഴുതുക. ഇതിങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യുക, ഈ അക്കൗണ്ട് എടുക്കുമ്പോൾ ഇത് എഴുതണം, അതങ്ങനെ എല്ലാം എഴുതി വെക്കുന്നു. ഒരു സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഡേ 1 ഫിനിഷ് ചെയ്യുന്നു. സോ ഇവിടെ റെക്കോർഡ് ക്ലാസ് സ്റ്റുഡൻസിന് ഹബീബ് സാർ ഗൈഡൻസ് ഉണ്ട്. സോ നോ മാറ്റർ FA വിൽ ബി സേഫ് ഇൻ അവർ ഹാൻഡ്. നിങ്ങൾ വിട്ടേക്കൂ, ഞാൻ ഡീൽ ചെയ്തുള്ള ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ മൺഡേ വിൽ ബി ഫിനിഷ്. ദ സെക്കൻഡ് ഡേ വിൽ ബി വീണ്ടും ട്യൂസ്ഡേ മോർണിംഗ് വീണ്ടും നിങ്ങൾക്ക് FA ആൻഡ് ലോ ആണ്. മനസ്സിലായോ? FA ആൻഡ് ലോ ആണ്. സോ ഇന്ന് രാവിലെ 9 മണിക്ക് നിങ്ങൾ ഫ്രഷ് ആണെങ്കിൽ
വളരെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോയിൽ സ്റ്റാർട്ട് ചെയ്യാം. കണ്ട, ലോയിൽ സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗ് സെഷൻ വിൽ ബി ലോ. എത്ര എനർജി ഉണ്ടോ അത്രയും ലോ. സോ മോർണിംഗ് ഞാൻ പറഞ്ഞു ഒരു നല്ല കഫേൻ അടങ്ങിയുള്ള കോഫി, നല്ലൊരു കോഫി, നല്ല കടുപ്പത്തൊരു കോഫി, അത് നിങ്ങളെ ഇൻസൈഡ് നല്ല എനർജി ബൂസ്റ്റ് ചെയ്യും. കാരണം കഫേൻ നിങ്ങൾക്ക് എനർജി ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല, നല്ല എനർജി ഉണ്ടാവും. സോ ഈ എനർജി ബൂസ്റ്റർ എടുത്തുകൊണ്ട് നിങ്ങൾ ലോ പഠിക്കാൻ ഇറങ്ങാം. സോ ലോ പഠിക്കുമ്പോൾ എവിടെ വെച്ചിട്ടാണോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഡൗൺ ആവുന്നത്, എവിടെ വെച്ചിട്ടാണോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് താല്പര്യം പോകുന്നത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മിസ് ആവണേ, അവിടെ വെച്ച് നിങ്ങൾ എഫ് എയിലേക്ക് സ്വിച്ച് ചെയ്യുക, ഇല്ലുസ്ട്രേഷനിലേക്ക് പോവുക. വീണ്ടും നിങ്ങൾക്ക് എനർജി വരുന്ന സമയത്ത് ഫുഡ് കഴിക്കണം, നല്ല ഫുഡ് വേണം, കാരണം എനർജി വേണം. പഠിക്കാൻ നല്ല ക്വാളിറ്റി ഫുഡ് വേണം, പഠിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ വേണം, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം, നല്ല ഇലക്ട്രോലൈറ്റ്സ് വേണം, നമുക്ക് എല്ലതും വേണം. ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പാടെടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എനർജി വേണം. ഒരു പണിക്ക് പോകുന്ന ആൾ എത്രത്തോളം എനർജി വേണം, അതിൻ്റെ ഡബിൾ എനർജി വേണം പഠിക്കാൻ. കാരണം ഹ്യൂജ് ഷാർപ്പസ്റ്റ് മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഇരുന്ന് പഠിക്കുമ്പോൾ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ചിന്തകൾ പോകുന്നുണ്ടോ, പല എന്താ പറയുക മൂഡ് സ്വിങ്സുകൾ വരുന്നുണ്ടോ, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, മറ്റ് അനാവശ്യ ചിന്തകൾ വരുന്നുണ്ടോ, ക്വാളിറ്റി ഓഫ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ നല്ല രൂപത്തിലുള്ള പ്രോട്ടീൻസും അതുപോലെ നല്ല രൂപത്തിലുള്ള വൈറ്റമിൻസും കൺസ്യൂം ചെയ്യുക, ആൻഡ് ഇറ്റ് വിൽ ബി ഫൈൻ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചായത്ത് എന്ത് ചെയ്യുക, എന്താ പറയുക, വൈറ്റമിൻസിൻ്റെ ഗുളിക കിട്ടോ, നല്ലതാണ് മൾട്ടി വൈറ്റമിൻസ് കിട്ടും. ഇപ്പം ഞാനാണെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് വാങ്ങിയിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സോ ഐ എം യൂസിങ് മൾട്ടി വൈറ്റമിൻസ്. സോ ഹിയർ, ഞാൻ തള്ളല്ല, ഒക്കെ ജെനുവിനാണ്, തള്ളലിവിടെ ഇല്ല ഉണ്ടാവും. സോ ഞാൻ ജിമ്മിന് പോകുന്നത് യൂസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധമില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളുടെ എന്താ പറയുക പഞ്ചായത്തിൽ കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് വാങ്ങാൻ പറ്റും, മൾട്ടി വൈറ്റമിൻ വാങ്ങാൻ കിട്ടും. സോ നമ്മൾ ഫുഡിലൊന്നും നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് വെജീസും ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. സോ നമുക്ക് എസെൻഷ്യൽ മൾട്ടി വൈറ്റമിൻസ് കിട്ടണമെന്നില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൾട്ടി വൈറ്റമിൻസ് എടുക്കുകയാണെങ്കിൽ, സോ യു ഹാവ് ദ കൈൻഡ് ഓഫ് എന്താ പറയുക ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ഇതേപോലെ വൈറ്റമിൻസ് ഉണ്ടാവും ബോഡിയിൽ. സോ അതുകൊണ്ട് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട്, കുറച്ചും കൂടി ഷാർപ്പനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും ലൈഫിലേക്ക്, നിങ്ങളുടെ പഠനത്തിലേക്കൊക്കെ. ഇതൊന്നും തള്ളല്ല, നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കി, വർക്കൗട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി, ആസ് വെൽ ആസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കോഫി നിങ്ങൾ മോർണിംഗ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി. അതുപോലെ നിങ്ങളുടെ ഫുഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് നോക്കുക, മൾട്ടി വൈറ്റമിൻസ് നിങ്ങൾ കഴിച്ചു നോക്കി. അതേപോലെ തന്നെ വേറെ സാധനമുണ്ട്, ഫിഷ് ഓയിൽ എന്ന് പറയും, ഞാൻ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വേണം, ഇങ്ങനെ പല സാധനവും വേണം, മനസ്സിലായോ. സോ എന്താണ്, പിന്നെ നല്ല ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡ് എന്ത് കഴിക്കുക. സോ ഇങ്ങനെ കഴിക്കുക, കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഉണ്ടാവും. പിന്നെ ഈ വർക്കൗട്ട് നിങ്ങൾ ഒരിക്കലും, സോ ഗേൾ ഓർ ബോയ്, ഞാൻ അവിടെ പറയില്ല ഗേൾ ഓർ ബോയ് എന്ന് പറയില്ല, എവ്രി ബാഡി ഷുഡ് എന്ത് പറയും, ഡു അത് വർക്കൗട്ട് ഓർ യോഗ. ഇത് ചെയ്യുമ്പോൾ റെപ്ലിനിഷ് ആവും, നിങ്ങൾ റെജുവനേറ്റ് ആവും, നിങ്ങൾക്ക് എനർജി ഉണ്ടാവും, ഫോക്കസ് ഉണ്ടാവും ലൈഫിൽ. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ബുക്ക് എടുക്കുക, പഠിക്കുക, ഭുജിയായിരിക്കുക, ഇതെല്ലാം സിസ്റ്റം വർക്ക് ആവില്ല. സോ ചെയ്യേണ്ട കാര്യം ചെയ്യുക. ഓൾസോ യു ഹാവ് ടു കൺസ്യൂം ലോട്ട് ഓഫ് വാട്ടർ, പ്ലെൻറ്റി ഓഫ് വാട്ടർ നിങ്ങൾ കൺസ്യൂം ചെയ്യും. ബി എനർജറ്റിക്, ഓൾവേസ് എനർജറ്റിക്. സോ ഓക്കെ, സോ മോർണിംഗ് നിങ്ങൾ എന്താണ് ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഡേ ആസ് വെൽ ആസ് നിങ്ങൾ എഫ് എ മിക്സ് ചെയ്യുന്നു. സോ ലോ ആൻഡ് എഫ് എ യുവർ ബൂസ്റ്റർ. ഓക്കെ, എഫ് ഓൾവേസ് എ ബൂസ്റ്റർ. റെക്കോർഡ് ക്ലാസ് വാങ്ങിയ കുട്ടികളാണോ, എഫ് എ വിൽ ബി എ ബൂസ്റ്റർ. റെക്കോർഡ് ക്ലാസ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഞാൻ ഇതൊന്നല്ല, ഇതിനെ കാട്ടി എനർജിയിലാണ് ക്ലാസ് എടുക്കുന്നത്. സോ യു ഗെറ്റ് ദ കൈൻഡ് ഓഫ് എനർജി ഇൻസൈഡ് യുവർ ഹാർട്ട്. ഓൾസോ നിങ്ങൾക്കും ആ ഒരു എനർജി അത് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എപ്പോഴാണോ ലോയിൽ നിങ്ങൾ വീക്കാവുന്നത്, ബൂസ്റ്റർ യൂസ് ചെയ്യുക, എഫ് എ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുക, യു ഗെറ്റ് ദ ബൂസ്റ്റർ, യു ഗെറ്റ് ദ എനർജി, ചെയ്തുകൊണ്ടേയിരിക്കുക. ഫൈൻ. സോ ദ നെക്സ്റ്റ് ഡേ, തേർഡ് ഡേ വരുന്ന സമയത്ത് വീണ്ടും ലോ ഇത് കോൺസെൻട്രേഷൻ പോർഷൻ. ബിക്കോസ് ലോ എക്സാംഷനിൽ കൂട്ടും അവരാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് ഇരിക്കുന്നത്. ഈ പ്ലാനറിന്റെ മെയിൻ അഡ്വാൻറ്റേജ് അവർക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം ഓൾറെഡി ലോ എക്സാംഷൻ ഉണ്ട്. സോ പൊളിക്കാൻ പറ്റിയൊരു ഡൗട്ടില്ല. എനിവേ വീണ്ടും ലോ പഠിക്കുന്നു, അവിടെ വീണ്ടും നിങ്ങളുടെ കോസ്റ്റിംഗ് വരും, കാരണം കോസ്റ്റിംഗ് അവിടുത്തെ ബൂസ്റ്റർ ചെയ്യും. പിന്നെ കോസ്റ്റിംഗ് അവിടെ ചെയ്യാം. സോ വെനവർ നിങ്ങൾ ലോ ആവുന്നു, ബിലോ ആവുന്നു, കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. കോസ്റ്റിംഗ് ഇല്ലുസ്ട്രേഷൻസ്, കോസ്റ്റിംഗ് വിൽ ബി ദർ ആൻഡ് ഫൈൻ. നിങ്ങൾ വീണ്ടും എനർജിയിൽ തിരിച്ചു വരും. അഗൈൻ പിറ്റേ ദിവസം തേഴ്സ്ഡേ ഓൾസോ ലോ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻഡ് കോസ്റ്റിംഗ് വിൽ ബി ദ ബൂസ്റ്റർ. സോ ഈ 2 ഡേയിൽ വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ലോ വളരെ എനർജറ്റിക് ആയിരിക്കുന്ന സമയത്ത് മാത്രം ലോ ചെയ്യുക. ആൻഡ് മാത്രമല്ല, ലോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഹാവ് യുവർ ഓൺ വർക്ക് ലെക്ചർ നോട്ട്. ദ ലെക്ചർ നോട്ട് വിൽ ഹെൽപ്പ് യു ലാസ്റ്റ് ടൈം, റിവിഷൻ ടൈം. അതുകൊണ്ട് ഒരു കാരണവശാലും സ്റ്റഡി മെറ്റീരിയൽ തന്നെ പഠിക്കാൻ പറ്റില്ല ലാസ്റ്റ് ടൈമിൽ. സോ സ്റ്റഡി മെറ്റീരിയൽ ഒരു റഫ് നോട്ട്സിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാനും കൂടി എന്ത് ചെയ്യുക, പഠിക്കുക. ആൻഡ് ഫ്രൈഡേ എക്സ്ക്ലൂസീവ്ലി DT, ആൻഡ് സാറ്റർഡേ എക്സ്ക്ലൂസീവ്ലി GST, ആൻഡ് സൺഡേ is the rest day. What kind of rest day, user? ഫുള്ള് ഫ്രീയാ? നോ. നിങ്ങൾക്ക് ആകെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഒറ്റ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എക്സ്ട്രാ സൺഡേ വെൻ കംസ് ടു ഹിയർ. സൺഡേ ഈ മോർണിംഗ് 5:30 to 6 ആ ഒരു പരിപാടിയില്ലേ, കട്ട് സ്ലീപ്പ്.
ഒരു ഡീപ്പ് സ്ലീപ്പ്. സൺഡേ ഒരു ഡീപ്പ് സ്ലീപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻ സൺഡേ എഡിറ്റ് ആസ് പെർ യുവർ കൺവീനിയൻസ് ആൻഡ് സൺഡേ യു ക്യാൻ ടേക്ക് എന്താണ് സ്കിപ്പ് ദ ഫസ്റ്റ് സെഷൻ ആൻഡ് ടേക്ക് എ ഡീപ്പ് സ്ലീപ്പ് അപ് ടു 8:30. അതായത് സൺഡേ രാത്രി 11:30 മണിക്കാണ് നമ്മൾ ഉറങ്ങിയത്, മനസ്സിലായില്ലേ? 11:30. എന്നിട്ട് രാവിലെ ഇതൊന്നും നിങ്ങൾ എണീക്കണ്ട. യു ഡോണ്ട് ഡു യോഗ, യു ഡോണ്ട് എക്സസൈസ്, യു മെഡിറ്റേഷൻ, യു നത്തിങ് ആക്ച്വലി. സ്റ്റാർട്ട് ഫ്രം എന്ത് പറയും മക്കളെ, 8:30. ഏതാണ് ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ്, ആൻഡ് സെക്കൻഡ് സെഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്താൽ മതി. സെക്കൻഡ് സെഷൻ വിൽ ബി 8:30 വരെ നിങ്ങൾക്ക് ഫ്രീ ആണ്. അതായത് 9 മണി വരെ ഫ്രീ ആണ്. 9 മണി സെഷനിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. 9 മണി സെഷനിൽ നിങ്ങൾ സൺഡേ സ്റ്റാർട്ട് ചെയ്താൽ മതി. ബിക്കോസ് നമുക്കും വേണം ഉറക്കം, നമുക്കും ഒന്ന് രാവിലെ മൂടി പൊതിച്ചുറങ്ങി ഡ്രീംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ ദാറ്റ്സ് വൈ കൺസ്യൂം ദ ഡേ, ഹാപ്പി ആയിട്ട് ഇരിക്കുക, പ്രോബ്ലം ഉള്ള കാര്യമല്ല. സോ ആ ഡേ നിങ്ങൾ നന്നായി കൺസ്യൂം ചെയ്യുക. ആൻഡ് ആസ് വെൽ എസ് ഹിയർ വി ഹാവ് സംതിങ് കോൾഡ് റിവിഷൻ പ്ലസ് CA1 ആൻഡ് CA2. So what was the revision plus CA1 and CA2? If you bought FA recorded class വാങ്ങിന്, ഇതിപ്പോൾ റെക്കോർഡ് ക്ലാസ് ബൂസ്റ്റർ ചെയ്യുക അതൊന്നും പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ദിസ് ഇസ് എന്താ പറയുക, ലേണിംഗ് മെത്തഡോളജി വി ആർ ഇൻട്രൊഡ്യൂസിങ്. ആൻഡ് ഐ ആം ഓൾസോ ഫോക്കസിങ് ഓൺ മൈ റെക്കോർഡ് ക്ലാസ് സ്റ്റുഡൻസ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ റെക്കോർഡ് ക്ലാസിനെ കുറിച്ച് പറയുന്നത്. സോ ഇഫ് യു ഹാവ് ഫീൽ ലൈക്ക് സാർ റെക്കോർഡ് ക്ലാസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐ എം സോറിഡ, ബിക്കോസ് ദാറ്റ്സ് ഹൗ വി മാനേജ്. ഓക്കെ അല്ലേ? സോ ദയവേദിന് നിങ്ങൾ അത്രയും ചിന്തകളുണ്ടെങ്കിൽ പുറത്ത് കൂട്ടുക. സോ ലെറ്റ് us ഫോക്കസ് ദ ക്വാളിറ്റി ഓഫ് ദ ഡിസ്കഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് whatever we are serving. ഓക്കെ ഫൈൻ. സോ എനിവേ FA നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞതൊക്കെ സൺഡേയിലേക്ക് ഞാൻ എപ്പോഴും ഒരു CA1 CA2 അനൗൺസ് ചെയ്യും. എന്താണ് CA1 CA2? മുമ്പത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. CA1 ഈസ് എ കണ്ടിന്യൂസ് അസസ് നമ്പർ 1. ഇറ്റ് ഈസ് എ MCQ ബേസ്ഡ് ടെസ്റ്റ് സീരീസ്. ഓൾസോ CA2 ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ടെസ്റ്റ് സീരീസ് കണ്ടക്റ്റഡ് ത്രൂ HBRC ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്ലിക്കേഷനിൽ. സോ സൺഡേയിൽ ഞാൻ ഒരു ടോപ്പിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടാവും എക്സാമിനുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു വീക്കിൽ ഇപ്പോൾ ഞാൻ FAൻ്റെ കാര്യമാണ്, ഇവിടെ പഠനം കഴിഞ്ഞു. FAൻ്റെ പഠനത്തിന് ശേഷം നിങ്ങൾ അതിനാണ് നമ്മൾ വൺ ടൈം ലേണിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ വൺ ടൈം ലേണിംഗ്, ആ വൺ ടൈം നമ്മൾ ലേൺ ചെയ്തത് ഡ്യൂറിങ് ദിസ് ഡേറ്റ്, ഈ ഒരു ഡേയ്സിൽ 4-5 ദിവസത്തിനുള്ളിൽ ഒരു തവണ എഴുതി പഠിക്കും കൂടി വേണം. ദാറ്റ് ഈസ് യുവർ സെക്കൻഡ് ടൈം ലേണിംഗ്. സോ FA ഒരു തവണ അവിടെ പഠിച്ചു, വീഡിയോ കണ്ടു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചു, ക്വസ്റ്റ്യൻസ് ചെയ്തു, സെറ്റപ്പ് ചെയ്ത്. പിന്നെ നിങ്ങൾ FA ലോ കോസ്റ്റ് DT GST ഇതൊക്കെ പോകുന്ന ഇടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ട് എന്ത് ചെയ്യണം, FAയുടെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി ചെയ്യുന്ന സെക്കൻഡ് ടൈം ലേണിംഗ് കണ്ടക്ട് ചെയ്യണം. അതേപോലെ ലോ കണ്ടക്ട് ചെയ്യണം, കോസ്റ്റ് കണ്ടക്ട് ചെയ്യണം, ടാക്സ് DT കണ്ടക്ട് ചെയ്യണം, GST കണ്ടക്ട് ചെയ്യണം. കംഫർട്ടബിൾ അല്ലേ? ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ സൺഡേക്ക് വരുന്നത്. സൺഡേ വരുന്ന സമയത്ത് യു ഹാവ് ടു ഡു റിവിഷൻസ്. സോ FA ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിവിഷൻ നടത്തിയതിനു ശേഷം നൈറ്റ് 7:30 to 8 വരെ നിങ്ങൾക്ക് എന്തുണ്ട്, CA1ൻ്റെ MCQ ടെസ്റ്റ് സീരീസ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഓൾസോ 8 മുതൽ 9 വരെ യു ഹാവ് CA2 ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ടെസ്റ്റ് സീരീസ് ഉണ്ട്, അതും ആപ്പിലുണ്ടാവും. ഇതേ സമയം നിങ്ങൾക്ക് ഞാൻ മറ്റ് സബ്ജക്റ്റ് ഞാനല്ല സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് സബ്ജക്റ്റിലും വെറുതെ റാൻഡമായിട്ട് ആ ഒരു ഡേയിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫ്രൈഡേ പഠിച്ച് അല്ല വേണ്ട ട്യൂസ്ഡേയും വെനസ്ഡേയും തേഴ്സ്ഡേയും പഠിച്ച ലോ ഒരു ചാപ്റ്റർ ഉണ്ടാവില്ലേ, ആ ചാപ്റ്ററിന് വെറുതെ റഫായിട്ട് പ്രീവിയസ് ഇയറിനോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കോസ്റ്റിൽ എക്സാം കണ്ടക്ട് ചെയ്ത് നോക്കുക, DT ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക, GST ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. വെറുതെ ഒരു ക്വസ്റ്റ്യൻ റാൻഡമായിട്ട് പിക്ക് ചെയ്യുക, സെൽഫായിട്ട് ഹീൽ ചെയ്യുക. അതായത് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ എടുക്കുക, ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഒരു 15 മിനിറ്റോ 25 മിനിറ്റോ 30 മിനിറ്റോ അരമണിക്കൂറോ 3/4 മണിക്കൂറോ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. വേറെ റിസോഴ്സ് ഒന്നും എടുക്കാതെ ക്വസ്റ്റ്യൻ വായിച്ച് സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. ഉള്ളത് മതി സെൽഫ് അസസ് ചെയ്യാനാണ്, നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാണ്, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാണ്, വേറെ ഒന്നുമല്ല. സോ നിങ്ങൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് എല്ലാ സബ്ജക്റ്റിലും ചെയ്യുക. ഇവിടെ എന്താണ് FAക്ക് നിങ്ങൾക്ക് CA1 ആൻഡ് CA2 നിർബന്ധമായിട്ട് ലഭിക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് നിങ്ങൾ അടുത്ത വീക്കിലും പിറ്റത്തെ വീക്കിലും എവറി വീക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? എവറി വീക്ക്. കംഫർട്ടബിൾ അല്ലേ? എവറി വീക്ക് അപ് ടു 64 ഡേയ്സ് വരെ നിങ്ങൾ ഇതന്നെയാണ് കണ്ടിന്യൂസ്ലി ഫോക്കസ് ചെയ്യുക. ഒരിക്കലും ഒരു സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ മറവി സംഭവിക്കും. അതുകൊണ്ട് അത് ചെയ്യരുത്. എന്താ പറയുക, ബണ്ടിലായിട്ട് ഇങ്ങനെ പറഞ്ഞത് ഷഫിൾ ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ തന്നെ എന്ത് ചെയ്ത് പ്ലാനറാണ്, പേഴ്സണലൈസ്ഡ് പ്ലാനറാണ്. അപ്പോൾ എന്തുകൊണ്ട് പേഴ്സണലൈസ്ഡ് പ്ലാനർ? പല ആളുകളും പല ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ലോ എക്സംഷനുള്ള കുട്ടികളുണ്ടാവും, ഓൾറെഡി FAയിൽ പല ടോപ്പിക്സും തീർത്ത് വെച്ച കുട്ടികളുണ്ടാവും, ഓൾറെഡി DTയും IDTയും GSTയും കോസ്റ്റും ലോയും ഒക്കെ തീർത്തവരുണ്ടാവും. അപ്പം ഞാനൊരു റെഡിമെയ്ഡ് തന്നു കഴിഞ്ഞാൽ അത് വർക്കാവില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് കോപ്പി ചെയ്ത് ഒരു
എക്സൽ ഷീറ്റിലേക്ക് ഇട്ട് അല്ലെങ്കിൽ വേറൊരു ഷീറ്റിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് പ്രിന്റ് എടുത്തതിന് ശേഷം നിങ്ങൾ തന്നെ എന്ത് ഇവിടെ ഫില്ല് ചെയ്യുക. സോ ഞാൻ ഇന്ന് എഫ് ഞാൻ എന്ത് ചെയ്യും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇല്ലുസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ലോയിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ കംപ്ലീറ്റ് ചെയ്യുന്നു. വീണ്ടും ലോയിൽ കോൺട്രാക്റ്റിൽ ബാക്കി പേജ് കംപ്ലീറ്റ് ചെയ്യുന്നു. കോസ്റ്റിൽ ഞാൻ ഇന്ന് മെറ്റീരിയൽ കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ലോയിൽ ഞാൻ കോൺട്രാക്റ്റിൽ ബാക്കി പഠിക്കുന്നു. ലോയിൽ കോസ്റ്റിൽ ഞാൻ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ലേബർ കോസ്റ്റും കൂടി പഠിക്കുന്നു, പകുതിക്ക് പകുതി. ഡീറ്റെയിൽ ഞാൻ ഇന്ന് ബേസിക്സും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഹൗസ് പ്രോപ്പർട്ടിയും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു. ജി എസ് ടിയിൽ ഞാൻ സപ്ലൈ ഏതെങ്കിലും ഒരു ആക്ട് ഒരു പോർഷൻ ഞാൻ പഠിക്കുന്നു. ഇത് സെറ്റപ്പ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ച് ചിന്തിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ് ക്ലാസ് വാങ്ങിയില്ലെങ്കിൽ എഫ് എ ഓൾസോ നിങ്ങൾ ഇതേപോലെ ചെയ്യണം. ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ ഈ 1 ടൈം ആൻഡ് സെക്കൻഡ് ടൈം ലേണിംഗ് കംപ്ലീറ്റ്. സാർ എന്താണ് ഈ 1 ടൈം സെക്കൻഡ് ടൈം ലേണിംഗ്? ഞാൻ പറഞ്ഞില്ലേ, 1 ടൈം മൺഡേ ചെയ്തു, അത് ഒരു തവണ കൂടി ആ വീക്ക് തന്നെ എഴുതി പഠിക്കണം. അതാ സെക്കൻഡ് ടൈം ലേണിംഗ്. 1 ടൈം ലേണിംഗ് ആൻഡ് സെക്കൻഡ് ടൈം ലേണിംഗ്. തേർഡ് ടൈം ലേണിംഗ് ഈ സൺഡേയിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നില്ലേ, ആൻഡ് എഫ് എയിലും CA1 ആൻഡ് CA2 ചെയ്യലേ, ആൻഡ് ദാറ്റ്സ് ഫോർ എ തേർഡ് ടൈം ലേണിംഗ്. നോക്ക്, ഇത് നേരെ മുമ്പോട്ടേക്ക് വന്നതാ ഇവിടെ 65th 65ാമത്തെ ഡേ മൺഡേൻ്റെ അന്ന് മുതൽ നമ്മൾ CA3 എൻഡ് ഗെയിം ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മൾ CA1 ആൻഡ് CA2 ആണ് ചെയ്യാം. 65ാമത്തെ ഡേ മുതൽ പിന്നെ 95ാമത്തെ ഡേ വരെ നമ്മൾ CA3 എൻഡ് ഗെയിം ആണ് ചെയ്യുക. ആക്ച്വലി എഫ് CA3 എൻഡ് ഗെയിം എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇങ്ങനെയാണ്, ഒരു 500 മാർക്കിൻ്റെ, അതായത് 250 പ്രീവിയസ് ഇയർ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള 2 മാർക്കിൻ്റെ 250 MCQ ടെസ്റ്റിൻ്റെ ഒരു എക്സാമും, അതേപോലെ തന്നെ 2000 മാർക്കിൻ്റെ FAൻ്റെ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബണ്ടിലും. ഇതാണ് നമ്മൾ ചെയ്യുന്ന എന്ത് പറയും, CA3 എന്ന് പറഞ്ഞ എൻഡ് ഗെയിം വർക്കൗട്ട് ചെയ്യും. ഇതിൽ തന്നെ 2022 സിലബസിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ തന്നെ വീഡിയോയിൽ സൊല്യൂഷൻ ചെയ്തിട്ട് ഒരു ഫോൾഡറാക്കി നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ CA3 കണ്ടക്ട് ചെയ്യുമെന്ന് പറയാം. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ കണ്ടിന്യൂസ് 5 ദിവസം PYQ MTP RTP MCQ കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ഇരുന്ന് ചെയ്യാം. ഇതെന്നെ പണി, ഇരുന്ന് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് ചെയ്യാം. സോ ദാറ്റ് ടൈം യു മേ ഹാവ് ഡൺ കോൺടാക്ട് യുവർ ഫാക്കൽറ്റി, കോൺടാക്ട് യുവർ ടീം, കോൺടാക്ട് യുവർ ഗ്രൂപ്പ്സ്, ദെൻ യു ഗെറ്റ് ദ ഫിഗേഴ്സ്. മനസ്സിലായോ? ക്ലിയർ ചെയ്യുക. പിന്നെ എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും പ്രീവിയസ് ഇയർത്തെ 22 സിലബസിലെ 3-4 എക്സാംസ് നടന്ന് എല്ലാ എക്സാംസിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൊല്യൂഷൻ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. സോ യു ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഫാസ്റ്റർ, കംഫർട്ടബിൾ അല്ലേ? സോ നമ്മൾ 500 മാർക്കിൻ്റെ 250 MCQ ഹോൾ സബ്ജക്റ്റ് MCQ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നു ഈ 5 ദിവസം കൊണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്ത് പോയാൽ മതി. 5 ദിവസം കൊണ്ട് 250 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാ PYQ MCQ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറയും മക്കളെ, കണ്ടക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഒരു ഫസ്റ്റ് സെറ്റപ്പിൽ ചെയ്യുന്നത്. കംഫർട്ടബിൾ അല്ലേ? അതിനുശേഷം പിന്നെ ഒരു 5 ദിവസം നമ്മൾ എന്ത് മാത്രം ചെയ്യുക, PYQ MTP RTP MCQ ഇൻ ലോ. അതേപോലെ പിന്നെ ഒരു 5 ദിവസം പറയും മക്കളെ കോസ്റ്റ്. കണ്ട, ഇപ്പം നമ്മൾ ഡേയ്സിലേക്ക് മാറി. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ റിവിഷൻ ചെയ്യും, ഇവിടെയൊക്കെ റിവിഷൻ ചെയ്യും. കംഫർട്ടബിൾ അല്ലേ? ഇത് കഴിഞ്ഞാൽ 85ാമത്തെ ദിവസം തുടങ്ങി എക്സാമാണ്. പിന്നെ ഇതല്ല, എക്സാമാണ്. ഇനി എന്നും എക്സാമാണ്. അതായത് നല്ല ശ്രദ്ധിച്ചോ, മോഡൽ എക്സാംസ് ഇൻ ഈച്ച് സബ്ജക്റ്റ് എവറി ഡേ. ഇതാകുമ്പോഴത്തേന് പഠനം കഴിയണം. അതാണ് സ്ട്രക്ചേർഡ് ലേണിങ്ങിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം സ്ട്രക്ചേർഡ് പ്ലാൻഡ് ലേണിംഗ് ആകുമ്പോൾ നിങ്ങൾ അവിടെ എത്തുമ്പോൾ പഠനം കഴിഞ്ഞു. സോ പഠനം കഴിഞ്ഞു, പിന്നെ ഡെഡിക്കേറ്റഡ് 5 days. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠനം കേട്ടില്ലെങ്കിൽ ഒരു ഡേ ഇവിടെ എക്സ്ട്രാ പഠിക്കുക, ഒരു ഡേ ഇവിടെ പഠിക്കുക. അപ്പോൾ 4 ദിവസം PYQ MTP RTP MCQ ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കി ഈ 85ാമത്തെ ദിവസം മുതൽ 95ാമത്തെ ദിവസം ഏകദേശം ഒരു 10 ദിവസം കണ്ടിന്യൂസ് എക്സാംസ് ആണ്. രാവിലെ എണീറ്റ് 3 മണിക്കൂർ FAൻ്റെ എക്സാം ചെയ്താൽ, കാരണം ഓൾറെഡി എല്ലാ PYQയും എല്ലാ MTPയും എല്ലാ RTPയും എല്ലാ MCQയും 5 ദിവസം ഈച്ച് സബ്ജക്റ്റ് ഫോർ 20 days വെച്ച് നമ്മൾ എവറിഥിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എവറി സബ്ജക്റ്റ് കോംബോ പണി, അതായത് രാവിലെ എണീച്ചിട്ട് 3 മണിക്കൂർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. 3 മണിക്കൂർ അത് ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, MTP ആയിക്കോട്ടെ, RTP ആയിക്കോട്ടെ, ചെയ്ത് പ്രാക്ടീസ് ചെയ്തേക്കോട്ടെ, നോ പ്രോബ്ലം. കംഫർട്ടബിൾ അല്ലേ? ഓക്കെ, ഒരു FA എടുക്കുന്നു 3 മണിക്കൂർ. ഇനി വേറെ റിസോഴ്സ് എടുക്കാനോ ഒന്നും നോക്കൂല. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു, എക്സാം എഴുതുന്നു. ഇത് എക്സാം, ഇറ്റ്സ് നോട്ട് എ റിവിഷൻ, ഇറ്റ്സ് നോട്ട് എ ലേണിംഗ്, ഇറ്റ്സ് എക്സാം. സോ 85th ഡേ മുതൽ എനിക്ക് എക്സാം ആണ്. അത് കഴിയുന്നു, എടുത്തു വെക്കുന്നു. ലോ എക്സാം, കോസ്റ്റ് എക്സാം, ടാക്സ് എക്സാം, മോഡൽ എക്സാം, ഈച്ച് സബ്ജക്ട് 3 മണിക്കൂർ. FA 3 മണിക്കൂർ, ലോ 3 മണിക്കൂർ, കോസ്റ്റ് 3 മണിക്കൂർ, ടാക്സ് 12 hours ഓഫ് ലേണിംഗ്.
ഇവിടെയൊക്കെ നമ്മൾ 12 to 14 hours ലേണിംഗ് കിട്ടുക. കാരണം പ്രാന്തന്മാരെ പോലെ ഇരുന്നിട്ട് PYക്കും MCQയും MTPയും RTPയും ചെയ്യലും നമ്മളെ പണി. പക്ഷേ ഇവിടെ നമ്മൾ വീണ്ടും കുറച്ച് 14 മണിക്കൂർ കുറച്ചിട്ട് വീണ്ടും 12 മണിക്കൂറാക്കി. കാരണം എക്സാമിനോട് അടുക്കുകയാണ്, കുറേ പഠിക്കാൻ പാടില്ല. 12 മണിക്കൂറാക്കി. 12 മണിക്കൂറാക്കിയിട്ട് എവറി ഡേ ഒരു എന്താ പറയുക എല്ലാ സബ്ജക്റ്റിൻ്റെയും എക്സാം. അപ്പോൾ രാവിലെ 3 മണിക്കൂർ FAൻ്റെ എക്സാം എഴുതി, ലോൻ്റെ എക്സാം എഴുതി, കോസ്റ്റ് എക്സാം എഴുതി, ടാക്സ് എക്സാം എഴുതി. എന്നിട്ട് നിങ്ങൾ റിവ്യൂ ആണ്. ചിലപ്പോൾ FA 2 മണിക്കൂർ കൊണ്ട് കഴിയും, ലോ 2 മണിക്കൂർ കൊണ്ട് കഴിയും, അറിയില്ല. പല കാര്യങ്ങളും അറിയില്ല. കോസ്റ്റ് 2 മണിക്കൂർ കൊണ്ട് കഴിയും, ടാക്സ് 2 മണിക്കൂർ കഴിയും. പിന്നെ കുറേ കാര്യം അറിയാത്തുണ്ട്. നിങ്ങൾ ആ ഡേയിൽ ഈവനിങ്ങിൽ സമാധാനപരമായി ഇരുന്ന് നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ സോർട്ട് ചെയ്ത് എക്സാം ഫിയർ ഒക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അറിയാത്ത കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് ഒന്നും കൂടി സ്റ്റഡി മീറ്റിലൊക്കെ പോയി പഠിച്ച് ക്ലിയർ ചെയ്യുക. വീണ്ടും രാവിലെ FA എക്സാം, ലോ എക്സാം, കോസ്റ്റ് എക്സാം, ടാക്സ് എക്സാം, മോഡൽ എക്സാം തന്നെയാണ് മക്കളെ. അപ്പോൾ ഇന്നലത്തെ പ്രശ്നങ്ങൾ ഇന്ന് തീരും. അപ്പോൾ ഇത് എക്സാംസിൻ്റെ ആ മൈൻഡ് സെറ്റിൽ ഇരിക്കണം. നിങ്ങളൊരു സ്റ്റഡി ഇരുന്ന് എക്സാം എഴുതുന്ന പോലെ എഴുതുമ്പോൾ എക്സാം ഹോൾ നാളെ നമുക്കൊരു പുത്തിരല്ല. കാരണം എന്നും എക്സാം എഴുതുന്നതാണ് പണി. പഠനമല്ല, പഠനം 85ാമത്തെ ഡേ പഠനം കഴിയും, പിന്നെ എക്സാമാണ്. നോക്കി എവറി ഡേ എക്സാം 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 എക്സാം. ഇനി ഇവിടെ ഞാനൊരു ഡേ HBRC മോഡൽ എക്സാം FA എഴുതിയിട്ടുണ്ട്. അന്ന് നമ്മളൊരു മോഡൽ എക്സാം കണ്ടിട്ട് ഈ മോഡൽ എക്സാം അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും MCQ ഇതൊന്നുമല്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇറക്കുക, അതേപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും. ടീം HBRC ഞാനും കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് ഞാൻ അന്ന് എക്സാം നടത്തും. വീണ്ടും സെയിം FA, ലോ കോസ്റ്റ്, ഇത് നാലും കൂടി ഇങ്ങനെ MTP RTP ഇങ്ങനെ ചെയ്ത് എക്സാം എഴുതുന്ന പോലെ ഇരുന്ന് എഴുതും. ആൻഡ് ഹിയർ ഓൾസോ എക്സാം എഴുതിയതിനു ശേഷം പിന്നെ ഒരു 5 ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് നോക്കി സമാധാനപരമായിരുന്നു പഠിക്കാൻ. അത് കഴിഞ്ഞ് അടുത്ത ഡേ നിങ്ങൾക്ക് എക്സാമാണ്. അടുത്ത ഡേ ഇനി FA ഒരു ഡേ എക്സാം, ലോ ഒരു ഡേ എക്സാം, കോസ്റ്റ് ഒരു ഡേ എക്സാം, ആൻഡ് ടാക്സ് ഒരു ഡേ എക്സാം. ഓരോ ദിവസം എക്സാം. ഒരു ഡേ 4 എക്സാം ചെയ്ത ആൾക്കാർക്കാണ് ഇനി ഒരു ഡേയിൽ ഒരു എക്സാം ആയിട്ട് മാത്രം മാറണേ. സോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കണം. സോ 100 ഡേയ്സ് ട്രാൻസ്ഫർമേഷനാണ്. 100 ഡേയ്സ് ട്രാൻസ്ഫർമേഷനാണ്. ഈ 100 ഡേയ്സ് യു ആർ ഡൂയിങ് എക്സസൈസ്, യു ആർ എന്താണ് ഹാവിങ് എന്ത് പറയും പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഓൾസോ യു ആർ കൺസ്യൂമിങ്. രാവിലെ കഫെയിൻ കോഫി കുടിക്കുന്നു, അതേപോലെ ഞാൻ പറഞ്ഞ പോലെ മൾട്ടി വൈറ്റമിൻസോ എന്തെങ്കിലും സംതിങ് എന്ത് കൺസ്യൂം ചെയ്യുന്നു, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, പിന്നെ നല്ല ഗൈഡൻസും കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ഗെറ്റ് ദ കൈൻഡ് ഓഫ് ഒരു കോൺഫിഡൻസ് എക്സാമിനേഷൻ ഹാളിൽ. മാത്രമല്ല നമുക്ക് ഈ ഒരുപാട് ദിവസം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യുമ്പോൾ എക്സാം ഹോൾസ് ഓൾസോ അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കിട്ടുക. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഡേയിൽ നമ്മൾ എക്സാംസ് എഴുതും. എവറി ഡേ ഓരോ എക്സാംസ് 3 മണിക്കൂർ വെച്ച് ഓരോ എക്സാം എഴുതി 12 മണിക്കൂർ ഡീൽ ചെയ്യും. ഇതുവരെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോഡൽ എക്സാം എഴുതുന്നു. പിന്നെ 5 ദിവസം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അറ്റ് യുവർ കൺവീനിയൻസ് നിങ്ങൾക്ക് എന്താണോ ഡീൽ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അവിടെ വളരെ കുറച്ച് ടൈം പഠിക്കുന്നുള്ളൂ. ഒരു 6 to 10 hours ലേണിംഗ് ആണ് ലാസ്റ്റ് ആകുമ്പോൾ ചെയ്യുന്നത്. ഒരുപാട് വേണ്ട, ഒരുപാട് ചിന്തിക്കരുത്, ഒരുപാട് പഠിക്കരുത്. ആകെ കൂടെ എന്ത് ചെയ്യരുതെന്നറിയോ, മൊത്തത്തിൽ ഒരു ബാസ്ക്കറ്റിലേക്കൊക്കെ കൂടി കുന്നുകൂട്ടിയാൽ എന്താ പ്രശ്നം, ആ പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് 6 to 10 hours ലേണിംഗ് ഉള്ളൂ. നമ്മൾ 12 hours 14 hours 11 hours 14 hours പോയി 12 hours വന്ന് ഇപ്പോൾ 10 hours 6 to 10 hours 8 hours ഒക്കെ പഠിച്ചാൽ മതി. ആൻഡ് എക്സാം തലേ ദിവസമൊക്കെ ഒരു 8 hours ലേണിംഗ് മതി. കാരണം നന്നായിട്ട് ഉറങ്ങണം, നല്ല ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് എന്താ പറയുക വെള്ളം കുടിക്കണം, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, നല്ല എക്സസൈസ് ചെയ്യണം. ഒരു കുറച്ച് മണിക്കൂറിൻ്റെ പഠനം മതി, നല്ല സമാധാനപരമായി. ഇനിയുള്ളതൊക്കെ ഉള്ള പോലെ തന്നെ ബാക്കി ആ സമയത്ത് ഞാൻ നിങ്ങളെ സപ്പോർട്ടിങ് വീഡിയോസൊക്കെ ചെയ്യാം. യൂട്യൂബിൽ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യാം. അത്രയും വീഡിയോസൊക്കെ ഞാൻ വേണമെങ്കിൽ ലിങ്കിൽ ഇവിടെ കൊടുക്കുക, നിങ്ങളൊന്ന് കണ്ടുനോക്കി. ഞാൻ അപ്പോൾ എക്സാം ഡേ തലേദിവസം നിങ്ങൾ എങ്ങനെ കംഫർട്ട് ചെയ്യുന്നുള്ളത്, സോ നിങ്ങൾക്ക് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. സോ ഇത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പവുമല്ല. ഇതിങ്ങനെ കാണുമ്പോഴും ഈ കളർഫുൾ ആയിട്ടുള്ള പ്രിന്റും എൻ്റെ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ യു മേ ഫീൽ ലൈക്ക് അങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ചെയ്യാൻ എൻ്റെ ഈ സംസാരം മാത്രം പോരാ മക്കളെ, ഇതിന് നിങ്ങളുടെ ഡെഡിക്കേഷൻ വേണം, നിങ്ങളുടെ ഹാർഡ് വർക്ക് വേണം. അത് നിങ്ങൾ പേ ഓഫ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അഫ്കോഴ്സ് നെക്സ്റ്റ് അറ്റംപ്റ്റ് വിൽ ബി യുവേഴ്സ്. ഒരു കാരണവശാലും ഇതിലെ യോഗ അല്ലെങ്കിൽ എക്സസൈസ് മെഡിറ്റേഷൻ അവോയ്ഡ് ചെയ്യരുത്. ബിക്കോസ് ഇത് സെൽഫ് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് സെൽഫ് റെജുവനേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ചും കൂടി കുഴപ്പമില്ലാതെ ആ ഡേ മാനേജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതേ സാധനം തന്നെയാണ് ഗ്രൂപ്പ് 2ലും അപ്ലൈ ആവുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, സെയിം സാധനം തന്നെയാണ് ഗ്രൂപ്പ് 2ൽ അപ്ലൈ ചെയ്യുക. കണ്ട ഇവിടെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഫസ്റ്റ് CA പഠിക്കുക, OPM-SM പഠിക്കുന്നു, FM പഠിക്കുന്നു, FM ഓഡിറ്റ് BDA പഠിക്കുന്നു, MA പഠിക്കുന്നു, MA ഓഡിറ്റ് പഠിക്കുന്നു, ഫിനിഷ്. സോ ഈ സെയിം സാധനം സെയിം റിവിഷൻസ് ഇത് തന്നെയാണ് എന്ത് ചെയ്യുക. ഹിയർ ഓൾസോ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് 2കാർക്ക് ഇതേപോലെ തന്നെ ഞാൻ ഗ്രൂപ്പ് 1 ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞാണ്. ഒരിക്കലും ഗ്രൂപ്പ് 1 ഫോക്കസ്ഡ് എന്തല്ല, ഇത് എന്താണ് പ്ലാനർ അല്ല, ഇത് ഇറ്റ്സ് എ ബോത്ത് എന്താണ് രണ്ടും പ്ലാനർ തന്നെയാണ്. ഇവിടെ നമ്മൾ ഒന്ന് വെച്ച് എക്സാമ്പിൾ പോലെ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് സെയിം പാറ്റേൺ ആണ്, സെയിം അറ്റ് ഒരു കൺവീനിയൻസ് ആൻഡ് ഓൾ. ഇനി ബോത്ത് ഗ്രൂപ്പ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ രണ്ടിൻ്റെയും രണ്ടും എടുക്കണം. സോ ബോത്ത് ഗ്രൂപ്പ് ഈ പ്ലാനറിൽ ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വലിയ ടാസ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, നല്ലൊരു പെർസെൻറ്റേജും യു ഗെറ്റ് ദിസ് അറ്റംപ്റ്റ് വിത്തൗട്ട് എനി ഡൗട്ട്. ബിക്കോസ് നിങ്ങൾ ആലോചിക്കുക, FAയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, CAയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ആ 1 ടൈം ലേണിംഗ് കണ്ടക്ട് ചെയ്യണം. എന്താണ് ലോ എന്താണ് FA OPM-SM സെക്കൻഡ് ഡേ ആൻഡ് തേർഡ് ഡേ, ലോ കോസ്റ്റ് FM
ഇത് ടാസ്കാ മക്കളെ. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് മാനേജ് ചെയ്തൊക്കെ ഒരു 10-15 ദിവസം ഒന്ന് മാനേജ് ചെയ്തൊക്കെ യു ഫീൽ ലൈക്ക് യു ഹാവ് ഓൺലി വൺ വർക്ക്സ് ആ ഫുഡ് കഴിക്കുക, പഠിക്കുക, എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, സെയിം റുട്ടീൻ, നത്തിങ് എൽസ്. നോ ഇൻസ്റ്റഗ്രാം, നോ വാട്സപ്പ് ഡീലിങ്സ് ഓർ നോ റിലേഷൻഷിപ്പ്, നോ എന്താ പറയുക സംതിങ് എൽസ്, ഒന്നുമില്ല. ജസ്റ്റ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. ഓൾസോ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുക, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കുക. ആൻഡ് ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും ദാറ്റ് വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ക്ലാരിറ്റി ഹൗ ടു മാനേജ് ദോസ് ഡേയ്സ്. ഇപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റിവൈസ് ചെയ്യാം, ഇതിനെ റിവ്യൂ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ചെയ്യാം. സോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ കുറച്ചും കൂടി ഡേയ്സിന് ശേഷം ഞാൻ മാറ്റങ്ങൾ വരുത്തി തരാം. ഇവിടെ നിങ്ങൾക്ക് മാനേജബിൾ അല്ലെങ്കിൽ നമുക്ക് മാനേജ് രൂപത്തിലേക്ക് ഇതിനെ മോഡിഫൈ ചെയ്ത് തരാം. സോ ആദ്യം നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ, എന്നിട്ട് നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ ഇതിന് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഉണ്ട്, സാർ അതിൻ്റെ പ്ലാനർ പ്രൊവൈഡ് ചെയ്തു, പക്ഷേ ഇത് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത് സാർ പറഞ്ഞില്ല. ആൻഡ് ദാറ്റ്സ് വൈ ഇപ്പോൾ നമ്മൾ ഈ നോമ്പായിട്ട് പോലും എഫേർട്ട് എടുത്ത് ഈ വീഡിയോസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ലേൺ ചെയ്യാം. ദ നെക്സ്റ്റ് അറ്റംപ്റ്റ് വിൽ ബി യുവേഴ്സ്. ഇത്രയും പോലും ചെയ്യാതെ വെറുതെ ആഗ്രഹങ്ങളും വെച്ച് നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അറ്റംപ്റ്റ് നിങ്ങളെ കയ്യിൽ നിൽക്കില്ല. പല ആളുകൾക്കും ഭയങ്കര ഡ്രീംസ് ആണ്, ഭയങ്കരമായിട്ട് പഠിക്കണം. ഒരു എന്താ പറയുക, ലൂസർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു വിന്നർ ആഗ്രഹിക്കുന്ന പോലത്തെ സ്വപ്നങ്ങൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. ഒരു വിന്നർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഒരു വിന്നർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യണം, മനസ്സിലായോ? അതായത് ഒരു സക്സസ് കണ്ടെത്തുന്ന ഒരാൾ സക്സസ് ആവാൻ വേണ്ടി എന്തൊക്കെയോ ത്യാഗങ്ങളാണ് എടുക്കുന്നത്, അത് ചെയ്യണം. അത് ചെയ്താലാണ് നമ്മൾ ആഗ്രഹവും ഇതും കൂടി ലിങ്ക് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് വരും. അല്ലാതെ നിങ്ങൾ ആഗ്രഹം ഒരുപാട് വെക്കുക, എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ ഫോൺ വിളിയും നിങ്ങളുടെ മെസ്സേജിങ്ങും അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ എല്ലതും കഴിഞ്ഞിട്ട് നിങ്ങളുടെ അതിൻ്റെ ഇടയിൽ കൂടെയുള്ള പഠനം യു ഫീൽ ലൈക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ശരിക്കും പഠിച്ചില്ല. നിങ്ങൾ ഫോണിലും റീലിലും അതിലും ഇതിലൊക്കെ ഉള്ളത്. സോ ലേൺ ദ റിയാലിറ്റി, അണ്ടർസ്റ്റുഡ് ചെയ്യുക, കൺട്രോൾ യുവർ മൊബൈൽ ഫോൺ, കൺട്രോൾ യുവർ ടാബ്ലറ്റ്, കൺട്രോൾ യുവർ എന്താ പറയുക ലാപ്ടോപ്പ് സ്ക്രീൻ, എവറിത്തിങ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ സംസാരം എല്ലതും കൺട്രോൾ ചെയ്യുക. കുറച്ചും കൂടി കൺട്രോൾഡ് വേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. ദെൻ യു വിൽ ബി ഹാപ്പി, ഫൈൻ. നിങ്ങൾ കോപ്പില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. ഐ എം ഷുവർ നിങ്ങൾക്ക് ഇത്രയൊന്നും പറ്റില്ലെങ്കിലും അതിന് നല്ലൊരു പേഴ്സണിക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് യു ഗെറ്റ് ദ കോൺഫിഡൻസ് ആൻഡ് ഓൾസോ നിങ്ങൾ കോപ്പില്ലാത്ത രൂപത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് മൈ കോൺഫിഡൻസ് ആസ് വെൽ. ഇനി എക്സാം എഴുതാൻ ഈ ഒരു പ്ലാനർ ചെയ്യുന്ന കുട്ടികൾ ടോട്ടലി ഫ്രീ ആയിരിക്കണം. ഡേ 1 മുതൽ 100 ഡേയ്സ് വരെ ഫ്രീ ആയിരിക്കണം. അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലാസ്സും കാര്യമില്ല. ഇനി ക്ലാസ്സും കാര്യങ്ങളും ഉള്ള ആളുകളാണെങ്കിൽ അഫ്കോഴ്സ് അവർ ഗ്രൂപ്പ് 1 മാത്രമാവും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 മാത്രമാവും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്ലാസ്സുകളുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് 1 മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും പ്ലാനർ ഇത് തന്നെയാണ്. പക്ഷേ ടൈം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലാസ്സിൽ പോകുന്ന ഡേ എഫ് എ ആണെങ്കിൽ അന്ന് മൊത്തം എഫ് എൻ ആയിരിക്കുമല്ലോ, കോസ്റ്റ് ആണെങ്കിൽ അന്ന് മൊത്തം കോസ്റ്റിനായിരിക്കില്ലേ, ടാക്സ് ആണെങ്കിൽ അന്ന് മൊത്തം ടാക്സിനായിരിക്കില്ലേ. അപ്പോൾ ഒരു 6 hours നിങ്ങളത് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ടൈം മാനേജ് ചെയ്യുക. ആ 6 hours നിങ്ങൾ എടുത്തോളി. ബാക്കി 11 മണിക്കൂർ കൊടുത്ത് 11 മണിക്കൂറിൽ ബാക്കി എത്ര മണിക്കൂർ മതി? 5 മണിക്കൂർ. ഈ 5 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തന്നെ വേണം. അത് എൻ്റെ അടുത്തുള്ളതല്ല. ഞാൻ ഡെയിലി നിങ്ങൾ രാവിലെ ക്ലാസ് റൂമിൽ കയറി ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് വരെയുള്ള 6 hours ഞാൻ ഈ ടൈം ടേബിൾ ഇട്ടു. ബാക്കി 6 മണിക്കൂറില്ലേ മക്കളെ, ബാക്കി 5-6 മണിക്കൂറില്ലേ, ഈ 5 മണിക്കൂർ, ബാക്കി 5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ഒരു സെഷൻ ഇടണം, ഈവനിങ് ഒരു സെഷൻ ഇടണം, നൈറ്റ് ഒരു സെഷൻ ഇടണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടൈം ഇതുപോലെ പ്ലാനർ ഇട്ടിട്ട് ആ ടൈം നിങ്ങൾ പഠിച്ച് അത് നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മുമ്പോട്ട് പോകാനായിട്ട്. ഇനി നിങ്ങൾ എവറി ഡേ ക്ലാസ്സിന് പോകുന്ന ആൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്ലാനറിലൊക്കെ എന്ത് ചെയ്യുന്ന അറിയാം, ഫസ്റ്റത്തെ ഈ സമയങ്ങളൊക്കെ അല്ലേ, ഫസ്റ്റത്തെ വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്, ഫിഫ്ത്ത് വീക്ക് ഒക്കെ വരെ, അതായത് ഏകദേശം ഒരു 35 ദിവസം, ഒരു 35 ദിവസം കൊണ്ടൊക്കെ നിങ്ങളുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഓഫ്ലൈൻ ക്ലാസ്സുകൾ കഴിയും. അതായത് ഒരു മാർച്ച് കൊണ്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഓഫ്ലൈൻ ക്ലാസ് കഴിയും. അല്ലെങ്കിൽ ഒരു ഏപ്രിൽ 10, ഏപ്രിൽ 15 വരെയാണ് പോവുക. സോ ഒരു 5 വീക്കൊക്കെ നിങ്ങൾ ഇതിന്ന് എടുത്തിട്ട് ഡീൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇവിടെയൊക്കെ ഈ പ്ലാനറിൻ്റെ ആദ്യ ദിവസങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ നിങ്ങൾ പഠിച്ച ടോപ്പിക് തന്നെ ഇടുക. നിങ്ങൾ കംഫർട്ടബിൾ ആയ ടോപ്പിക് തന്നെ ഇടുക. നിങ്ങൾ കംഫർട്ടബിൾ ആയുള്ള ടോപ്പിക് തന്നെ ഈ ഡേയ്സിൽ ഇട്ടാനുള്ള ഗുണം എന്താണെന്നറിയോ, യു ഓൾസോ ഫീൽ ലൈക്ക് ഇത് തീരുന്നുണ്ടെന്നല്ലേ. പക്ഷെ നിങ്ങൾ പുതിയ സാധനം ഇട്ട് കഴിഞ്ഞാലോ നീങ്ങൂല. മനസ്സിലായോ? ഞാൻ ഇപ്പം എന്താ പറഞ്ഞേ, മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ണർഷിപ്പിൻ്റെ ക്ലാസ് പോയി കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ മൺഡേ എഫ് എ നട്ടിക്കണേ. അപ്പോൾ നിങ്ങൾ നേരെ പോവുക എഫ് എയിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തീർക്കുക, അത് അറിയുന്നതാണ്, കംഫർട്ടബിൾ ആണ്. അത് പോയി തീർക്കുക. അതാണ് പോയി തീർത്താൽ മതി.
അത് നിങ്ങൾക്ക് ഈ 4 മണിക്കൊണ്ട് സിമ്പിൾ തീർക്കാം. കാരണം ഓൾറെഡി ഒരു തവണ ക്ലാസ് ആയിട്ട് പഠിച്ചാണ്, ഓൾറെഡി ഹോംവർക്ക് അന്ന് പഠിച്ചിട്ടുണ്ടാവും, ഓൾറെഡി എഴുതിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാവും, എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പോകും. അതുകൊണ്ട് ഈ ഫസ്റ്റത്തെ കുറച്ച് ദിവസമില്ലേ 10-35 ദിവസം, ആ 10-30 ദിവസം നിങ്ങൾ സെൻറ്ററിൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടുന്നത് വരെ നിങ്ങൾ എന്തെന്നെ ചെയ്തുകൊണ്ടിരിക്കുക, സിമ്പിൾ ടോപ്പിക്സിനെ ഇവിടെ അലൊക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എടുക്കുന്ന അന്നാന്ന് പഠിക്കുക, സിമ്പിൾ ടോപ്പിക്കിനെ അലൊക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ് ടു ഒരു 65 ഡേയ്സ് വരെ. വൺസ് യു റീച്ച് 65 നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ പഠനം എത്തിയിട്ടുണ്ടാവില്ല. സോ ഈ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് കട്ട് ചെയ്യാം, ഇതൊരു 3 ഡേയ്സ് ആക്കാം, ഒരു 3 ഡേയ്സ് 3 ഡേയ്സ് ആക്കാം. അപ്പോൾ അവിടെയൊക്കെ 2 ഡേയ്സ് എക്സ്ട്രാ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ എടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല, അവിടെ പഠിക്കാനേ ചെയ്യാം. സോ ദാറ്റ്സ് ഹൗ ഞാനിപ്പോൾ ഇത് തന്നത് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യാൻ വെച്ചാൽ ഒരിക്കലല്ല. ഇതിൻ്റെ പേര് ഞാൻ എന്തിട്ട് ആദ്യം മുതലേ പറഞ്ഞ പേരെന്താണ്, പേഴ്സണലൈസ്ഡ് പ്ലാൻ എന്നാണ്. സോ ഇറ്റ്സ് എ പേഴ്സണലൈസ്ഡ് പ്ലാൻ. സോ ഐം ടെല്ലിങ് ഹൗ ടു പേഴ്സണലൈസ്. ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റിൽ കൊണ്ടുപോകാം, പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് നേരെ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൽ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചുതരാം. ആർക്കെങ്കിലും പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലെങ്കിൽ PDF അയച്ചുതരാം, പോയിട്ട് പ്രിൻ്റ് എടുക്കുക, PDF പ്രിൻ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എഴുതി ഇതൊന്ന് ഫില്ല് ചെയ്യുക, ഡീൽ ചെയ്യുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പേഴ്സണലൈസ്ഡ് G1 പ്ലാനർ ആൻഡ് G2 പ്ലാനർ, ടൈം പ്ലാനർ ആൻഡ് ബോത്ത് ഗ്രൂപ്പ് പ്ലാനർ. ഹാപ്പി ലേണിംഗ്. ബൈ.